ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ചയുടെ സായം വേളയിൽ പറക്കോട്ടുകോണം ജംഗ്ഷനിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പനയാൽ ഈ കർത്താവിൻ്റെ സുവിശേഷം സദ്വർത്തമാനം ദേശത്തെല്ലായിടവും അറിയിക്കണം എന്നുള്ള നിർബന്ധം ഞങ്ങളുടെ മേലുള്ളതുകൊണ്ട് ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ ക്ഷണിക്കാതെ തന്നെ ഞങ്ങളിവിടെ കടന്നു വന്നു. മൈക്ക് സിസ്റ്റമൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചു, പാട്ടുകളൊക്കെ ഇട്ടു. ആമേൻ. തുടർന്ന് ഞങ്ങൾ ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആമേൻ സുവിശേഷ പ്രസംഗത്തിനായിട്ടുള്ള തയ്യാറെടുപ്പാണെന്ന്. സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവർക്ക് ഇത് ആദ്യ സംഭവമല്ല. ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവർ സുവിശേഷ സന്ദേശം ധാരാളം ഇതുപോലെ ഞങ്ങളെപ്പോലെ കവലകളിൽ നിങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കടന്നു വന്ന് അനേകം പ്രിയപ്പെട്ടവർ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ധാരാളം ആരാധനാലയങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ആമേൻ. ഇവിടെ നിന്നൊക്കെ നിങ്ങൾ വളരെയധികം സുവിശേഷം കേട്ടിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾ കേട്ട സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം അവനുണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്നും ജീവനോടിരിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾ ആമേൻ എക്കാലവും ആമേൻ സ്തോത്രം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെങ്കിലും മരണം നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഓർക്കാപ്പുറത്തെന്ന പോലെ ആമേൻ നമ്മുടെ അടുക്കൽ കടന്നു വരുമ്പോൾ അത് എനിക്കിപ്പോൾ കടന്നു വരുവാൻ കഴിയത്തില്ല എന്ന് നമുക്കാർക്കും തന്നെ ഒഴിഞ്ഞു മാറുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങളുമെല്ലാം ഉണ്ടായിരുന്നാലും നമ്മുടെ ആഗ്രഹങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയെല്ലാം അവിടെ നിർത്തിവച്ചിട്ട് മരണം നമ്മെ വന്നു പിടിച്ചാൽ അവൻ നാം ഉടൻ തന്നെ മരണം വഴിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടുന്നവരാണ്. എന്നാൽ മരണത്തിന് മുമ്പായി നമുക്ക് നൽകുന്ന ചില മുന്നറിയിപ്പുകളാണ് ഇന്ന് ഈ സായവേളയിലും ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനായിട്ടുള്ളത്. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യർക്കായി നിയമിച്ചിരിക്കൊണ്ട് സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ഈ ലോകത്തിൽ കടന്നു വന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലൂടെ ആമേൻ മരണത്തിൽ നിന്നുള്ള ന്യായവിധിയിൽ നിന്നും രക്ഷയുണ്ട് എന്ന് വിളിച്ചു പറയുവാനായിട്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നതായ ഈ രക്ഷയുടെ സന്ദേശം ശ്രദ്ധാപൂർവം കേൾക്കണമേ എന്ന് വിനീതമായി ഈ ദേശത്തോട് ദേശനിവാസികളോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ യോഗം ഇവിടെ ആരംഭിക്കുവാൻ പോവുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും പ്രശാന്തവുമായ ഞായറാഴ്ചയുടെ ഈ സായം വേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ കർത്താവ് ഞങ്ങൾക്ക് ഈ പറക്കോട്ടുകോണം ജംഗ്ഷനിൽ ഈ സമയത്ത് ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരോട് അവിടുത്തെ മാറ്റമില്ലാത്ത
സന്ദേശം, തിരുവചനങ്ങൾ അറിയിക്കുവാൻ ഞങ്ങളെ കൊണ്ടുവന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം ഞങ്ങൾ ഈ ദേശത്തോട് അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങളെ ആമേൻ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകുവാൻ, കർത്താവെ കേൾക്കുന്നവർ സമാധാനമില്ലാതെ ആമേൻ പലവിധമായ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ അകപ്പെട്ട് മാനസികമായി തകർന്ന് മദ്യപാനങ്ങളിലും മറ്റ് ഹല്ലേലൂയ പാപത്തിലുമൊക്കെ ആയിരിക്കുന്നവർ പാപവഴികളെ വിട്ടുകളഞ്ഞുകൊണ്ട്, മദ്യപാനം ഉപേക്ഷിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ ജീവിതത്തിനുടമകളായി തീരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദേശത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള സമയം അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ ദേശനിവാസികളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ സമാധാനത്തെയും സന്തോഷത്തെയും നിത്യരക്ഷയെയും കുറിച്ച് നിങ്ങളോട് പറയുവാനായിട്ടാണ്. ഇത് ഞങ്ങൾക്ക് പറയാതെ അടക്കി വയ്ക്കുവാൻ കഴിയത്തില്ല. കാരണം പ്രിയമുള്ളവരെ, നാം എത്ര കഴിവുള്ളവരാണെങ്കിലും, നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും, നാം ഈ ലോകത്തിൽ എത്രമാത്രം ശ്രേഷ്ഠന്മാരായിരിക്കുന്നു എങ്കിലും നമ്മുടെ കഴിവുകളെയും നമ്മുടെ അധികാരങ്ങളെയും നമ്മുടേതായ എല്ലാ നേട്ടങ്ങളെയും ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ നിന്ന് നാം മടങ്ങിപ്പോകേണ്ടുന്നവരാണ്. ഈ ലോകത്തിൽ നിന്ന് നാം മടങ്ങിപ്പോകുന്നതിന് മുമ്പേ അറിയേണ്ടുന്നതായ ഒരു നിത്യ സത്യമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളത്. ലോകമാനവന്റെ രക്ഷയ്ക്കായിട്ട് അതേ ഉന്നതങ്ങൾ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ വന്ന് മനുഷ്യനായി ജന്മമെടുത്ത് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവിക പ്രവൃത്തികളെ കൃത്യതയോടെ ചെയ്ത് 33 തിരുവയസ്സുവരെ താൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്ന് ലോകത്തിന് തന്നെ താൻ വെളിപ്പെടുത്തി തൻ്റെ 30 വയസ്സു മുതൽ 33 വയസ്സുവരെ ലോകത്തിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചുകൊണ്ട് കുരുടർക്ക് കാഴ്ച നൽകിയും മുടന്തരെ നടക്കുമാറാക്കിയും ഊമരെയും ബധിരരെയും സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുമാറാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും വിശന്നവർക്ക് അപ്പവും ഒക്കെ നൽകിക്കൊണ്ട് യേശുക്രിസ്തു ഈ ലോകത്തിൽ ദൈവമാണെന്ന് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ തന്നെ താൻ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്നേഹിതരെ, ഇന്ന് നാം ലോകത്തിൽ എവിടെ നോക്കിയാലും മനുഷ്യർക്ക് സമാധാനമില്ല. സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന എളുപ്പമായ മാർഗങ്ങളാണ് മദ്യപാനവും ലഹരി ഉപയോഗങ്ങളും അതുപോലുള്ളതായ മ്ലേച്ഛമായ പ്രവൃത്തികൾ. നാം ഉപയോഗിക്കുന്ന മദ്യലഹരിയും അതുപോലെയുള്ള മറ്റ് എല്ലാ ലഹരി ഉൽപ്പന്നങ്ങളും ഒരല്പസമയത്തെ സമാധാനം നിങ്ങൾക്ക് തന്നേക്കാം. സുബോധമില്ലാത്തവരായി, മൃഗപ്രായരായി,
ചില മണിക്കൂറുകൾ നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞെന്ന് വരാം. എന്നാൽ നിങ്ങൾക്കതിൽ പൂർണ്ണമായ സമാധാനം കണ്ടെത്താൻ കഴിയത്തില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള അവൻ സന്ദേശവുമായിട്ടാണ് സുവിശേഷത്തിലൂടെ, യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം വിടുതലുണ്ട് എന്ന് അവൻ നിങ്ങളെ അറിയിക്കുവാനായിട്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ലോകത്തിൽ നോക്കൂ, മദ്യപാനവും പാപജീവിതവും നിമിത്തം മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു വലിയ തലമുറ, മാതാപിതാക്കളെ അനുസരിക്കാതെ അധ്യാപകർക്ക് കീഴടങ്ങാതെ താന്തോന്നികളായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം. ആരെയും ഭയമില്ല, എന്തും ചെയ്യുവാൻ ധൈര്യം കാട്ടുന്നു. ഇതിൻ്റെയൊക്കെയും കാരണം മദ്യപാനവും ആമേൻ രഹസ്യമായോ പരസ്യമായോ ആമേൻ അവരുടേതായ ജീവിതത്തിൽ അവർ ആമേൻ ചെയ്തു വരുന്നതായ ഉപയോഗിക്കുന്നതായ അവരുടേതായ ആമേൻ ലഹരി ഉപയോഗങ്ങളും അതുപോലെ അവരുടെ കൂട്ടുകെട്ടുകളും അല്ലേ ഇതിന് കാരണം? ഇതിനൊക്കെയും കാരണം എന്താണ്? ആമേൻ ഓരോ വ്യക്തി ജീവിതങ്ങളെയും പിന്തുടരുന്ന ഒരു പാപത്തിൻ്റെ ശക്തിയുണ്ട്. അത് പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് അതേ നിത്യ വെളിച്ചത്തിലേക്ക്, നിത്യപ്രകാശത്തിലേക്ക് മനുഷ്യനെ അവൻ സ്വത്രം സ്നേഹിച്ചുകൊണ്ട് മനുഷ്യനെ നേരായ പാതയിൽ നടത്തുവാൻ ഈ ലോകത്തിൽ അവൻ കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെ ആമേൻ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്, ആമേൻ ഇരുളിലും ആമേൻ അന്ധകാരത്തിലും ഇരിക്കുന്ന ജനതയ്ക്ക് ആമേൻ വഴി കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ സന്ദേശം പ്രിയമുള്ളവരെ, ഇത് ക്രിസ്ത്യാനികൾക്കുള്ളതല്ല, ക്രിസ്ത്യാനികൾ മാത്രം കേൾക്കേണ്ടതല്ല. സകല ജാതികളുമായുള്ളവരും കേൾക്കണം, സകല ഭൂവാസികളുമായുള്ളവരും ചെവിക്കൊള്ളണം. സാമാന്യ ജനം കേൾക്കണം, ശ്രേഷ്ഠജനം കേൾക്കണം, ധനവാന്മാർ കേൾക്കണം, ദരിദ്രന്മാരും കേൾക്കണം. സകലരും ഈ സന്ദേശം കേട്ടേ മതിയാവുകയുള്ളൂ. അവൻ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ സന്ദേശം നിങ്ങൾ കേട്ടേ മതിയാകൂ. എന്തുകൊണ്ടെന്നാൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കൊണ്ട് യേശുക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു എങ്കിൽ ഇനി തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായി കർത്താവായ യേശുക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാകും എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഇതാ നിവർത്തിയാകുവാൻ പോവുകയാണ്. ലോക സംഭവങ്ങളെല്ലാം അതിനെ വളരെ വ്യക്തമായി വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ, യുദ്ധങ്ങൾ, ആമേൻ ജാതി ജാതിയോട്, രാഷ്ട്രം രാഷ്ട്രത്തോട് ഒക്കെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണങ്ങളെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്നേഹിതരെ, നാം ജീവിച്ചിരുന്നാലും മരിച്ചാലും ആമേൻ സ്തോത്രം, നമുക്ക് ആമേൻ സ്തോത്രം
യേശു ക്രിസ്തുവിനെ കൂടാതെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ നിത്യരക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല. യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും, ഞാൻ തന്നെ വഴിയും സത്യവും. യേശു ക്രിസ്തു എന്ന വഴിയിലൂടെ അല്ലാതെ, യേശു ക്രിസ്തു എന്ന മാർഗത്തിലൂടെ അല്ലാതെ നമുക്കാർക്കും മരണാനന്തരം നിത്യജീവനിലെത്തുവാൻ കഴിയത്തില്ല. മരണാനന്തര ജീവിതത്തിൽ നാം എവിടെ എത്തപ്പെടണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ്. നാം ജനിച്ചു വളർന്ന് അറിവ് പ്രാപിച്ചപ്പോൾ അവൻ സ്വതന്ത്രം നമുക്ക് ബോധ്യം ഉണ്ടായി. എനിക്ക് ജീവിക്കണം, എനിക്ക് കുടുംബമാകണം, എനിക്ക് തലമുറകൾ വേണം, എനിക്ക് മറ്റുള്ളവരുടെ ഇടയിൽ നന്നായിരിക്കണം. അതുകൊണ്ട് നാം അധ്വാനിക്കുന്നു, സ്തോത്രം സമ്പാദിക്കുന്നു, നല്ല വീടുകൾ പണിയുന്നു, സ്തോത്രം അതേ വസ്തു സമ്പാദനങ്ങളും കാശ് സമ്പാദനങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നു. നമ്മുടെ മക്കളെ നല്ല നിലകളിലൊക്കെ പഠിപ്പിക്കുന്നു, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല നിലയിൽ വളർത്തുന്നു, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു. ഇതൊക്കെയും നമ്മൾ ചെയ്യുന്നത് ഈ ലോകത്തിലെ നമ്മുടെ അല്പകാല ജീവിതത്തിൽ സ്തോത്രം നമ്മൾ സ്തോത്രം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ വളരെ ബദ്ധപ്പാടുള്ളവരാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വളരെ അധ്വാനിക്കുന്നവരാണ്. സ്തോത്രം വയറ്റിപ്പിഴപ്പിനു വേണ്ടി ഈ സുവിശേഷവുമായി നടക്കുന്നവരല്ല. ഞങ്ങളും നിങ്ങളെപ്പോലെ വളരെ കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ അധ്വാനങ്ങൾക്കിടയിലും ഞങ്ങൾ അല്പസമയം ഈ സുവിശേഷം അറിയിക്കേണ്ടതിന് കണ്ടെത്തുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആത്മപ്രേരണയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അതേ ഒരു സ്തോത്രം ഉത്തരവാദിത്വവുമാണ്. അതിൽ നിന്നും ഞങ്ങൾക്ക് ഒഴിഞ്ഞു മാറിയിരിക്കാൻ കഴിയത്തില്ല. അതെ, ഈ സ്തോത്രം മുന്നറിയിപ്പുകൾ ദേശത്തോട് ഞങ്ങൾ അറിയിക്കാതിരുന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് കടക്കാരാണ്. അതെ, ദേശത്തോട് ഞങ്ങൾ കടക്കാരാണ്. സ്തോത്രം ദൈവം ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാതിരിക്കുന്നു എങ്കിൽ ഞങ്ങൾ ദേശത്തിനു വേണ്ടി ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉത്തരവാദിയാകേണ്ടി വരും. എന്നാൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാലും അനുസരിച്ചില്ലെങ്കിലും ഞങ്ങളുടെ മേലുള്ളതായ സ്വത്രം കടപ്പാട് ഞങ്ങൾ തീർത്തിരിക്കും. അത് നിങ്ങൾ ഒരു നാളിൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ മരണാനന്തരം നിൽക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ സ്വത്രം അതെ ചക്ക മോഷ്ടിച്ചുവോ അല്ലെങ്കിൽ കുലപാതകം ചെയ്തുവോ എന്നൊന്നുമല്ല ഒന്നാമതായി നിങ്ങളോട് ദൈവം ചോദിക്കുന്നത്. ഈ ലോകത്തിൽ സകല മാനവന്റെയും രക്ഷയ്ക്കായി സ്വത്രം മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച് പാപമില്ലാത്തവനായി പാപിയെ പോലെ കാൽവരിയിൽ മരിച്ച് ക്രൂശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് നിങ്ങളോട് സ്വത്രം ദൈവദാസന്മാർ ദൈവമക്കൾ സ്വത്രം സുവിശേഷങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കും. ഒന്നാമത് ചോദിക്കുന്നത് അതാണ്. നിങ്ങൾക്ക് കേട്ടില്ല എന്ന് പറയാൻ ഒരിക്കലും അവകാശമില്ല. അന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവരെയോ കൂട്ടുകാരെയോ സ്നേഹിതരെയോ ആരെയുമല്ല സാക്ഷികളായി ദൈവം വിളിക്കുന്നത്. ഇന്ന് സ്തോത്രം ഈ നിൽക്കുന്ന പോസ്റ്റ് സ്തോത്രം ഈ കെട്ടിടങ്ങൾ, കല്ല്, മണ്ണ്, ആകാശം, വൃക്ഷസസ്യാദികൾ ഇവയൊക്കെയും അന്ന് ന്യായവിധിയിൽ സാക്ഷ്യത്തിനായി ദൈവം എഴുന്നേൽപ്പിക്കും. നമുക്കെതിരെ സാക്ഷി പറയുന്നത് ഇവകളൊക്കെയായിരിക്കും.
ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഈ സുവിശേഷം കേട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം. അത് നിങ്ങൾ ഒരു പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരകനായി ക്രൂശിൽ മരിച്ച യേശുവിൽ വിശ്വസിച്ച് ആമേൻ സ്തോത്രം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ മദ്യപാനിയോ ആമേൻ സ്തോത്രം കുലപാതകനോ ആമേൻ അതെ വ്യഭിചാരിയോ മോഷ്ടാവോ ആമേൻ സ്തോത്രം മറ്റുള്ളവരെ സ്നേഹിതരായി കാണേണ്ടതിന് പകരം വെറുക്കുന്നവരോ മറ്റുള്ളവർക്ക് ദോഷമായി പ്രവർത്തിക്കുന്നവരോ ആരു തന്നെയാണെങ്കിലും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ പാപമായിരിക്കുമ്പോൾ അത് ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നു എങ്കിൽ, പാപിയായ ഒരു മനുഷ്യന്റെ പശ്ചാത്താപവും അനുതാപത്തോടെയുള്ള തങ്ങളുടെ സമർപ്പണവും ദൈവം കണ്ടിട്ട് കേട്ടിട്ട് അവന്റെ പാപത്തെ ക്ഷമിച്ച്, നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും രക്താംബരം പോലെ ചുവപ്പായാലും ഹിമത്തോളം വെള്ളയാക്കി തീർക്കുവാൻ, പഞ്ഞി പോലെയാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്തോത്രം ഒരിക്കലും നിർത്തുവാൻ കഴിയാത്ത മദ്യപാനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ട് കഴിയാത്ത നിങ്ങളുടെ പാപ ജീവിതത്തെ പോലും സ്തോത്രം മാറ്റുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ സ്തോത്രം യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും പരിഹാരകനാണെന്ന് ഈ സായംവേളയിൽ വിളിച്ചു പറയുവാൻ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ഹല്ലേലൂയ. ഇത് ഏത് കവലയിലും ഒരാളുടെ അടുക്കലും സ്തോത്രം എത്ര ആൾക്കൂട്ടത്തിലും വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ അന്തരാത്മാവിൽ ഒരു ആത്മീക പ്രകാശനം ലഭിച്ചു. ഞങ്ങളുടെ അന്തരാത്മാവിൽ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായി. ഈ ലോകത്തിൽ നാം ആരായിരുന്നാലും സ്തോത്രം നമുക്ക് സ്തോത്രം ഇവിടെ സ്ഥിരവാസമില്ല. ദൈവവചനം പറയുന്നു, ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ ശ്വസിക്കുന്ന അതേ ശ്വാസം പുറത്തു പോയിട്ട് അവൻ്റെ ഉള്ളിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ അവൻ എത്ര കഴിവുള്ളവനെങ്കിലും, എത്ര ധനവാനാണെങ്കിലും, എത്ര ലോകത്തിൽ അധികാരവും പവറുമുണ്ടെങ്കിലും അവൻ നിർജീവനായിത്തീരും. അവൻ സ്തോത്രം യാതൊരു ഉപയോഗവുമില്ലാത്ത മനുഷ്യനായിത്തീരും. എന്നാൽ പ്രിയമുള്ളവരെ, അവനിൽ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് ജീവശ്വാസം സ്തോത്രം ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനുഷ്യനെ ദൈവം നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ചിട്ട് അവനിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി മാറ്റി. എന്തിനാണ്? മനുഷ്യൻ സ്തോത്രം ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. സകല സൃഷ്ടിജാലങ്ങളെയും മനുഷ്യന്റെ ഉപയോഗത്തിനായി, മനുഷ്യന്റെ സേവകരായി ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിജാലങ്ങളെയും ജലജന്തുക്കളെയും ഹല്ലേലൂയ കാട്ടിൽ വസിക്കുന്ന സ്വതന്ത്ര മൃഗങ്ങളെയും എല്ലാറ്റെയും നിർമ്മിച്ചപ്പോൾ മനുഷ്യനെ മാത്രമാണ് ഭൂമിയിൽ നിന്നും നിലത്തെ പൊടി കൊണ്ട് സ്വത്രം തൻ്റെ പിണരുകളാൽ കൈകളാൽ നിർമ്മിച്ച് ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി മാറ്റിയത്. മനുഷ്യൻ ദൈവത്തിൻ്റെ വകയാണ്.
ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മുടെ സ്വന്തമെന്ന് പറയുവാൻ ആമേൻ സ്വത്രം സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരും ആമേൻ പ്രിയപ്പെട്ടവരും ആമേൻ സമ്പാദ്യങ്ങളും എല്ലാം നമുക്ക് ധാരാളം ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടായിരിക്കുമ്പോഴും ആമേൻ സ്വത്രം നാം ദൈവത്തിനുള്ളവരെന്ന കാര്യം മറന്നു പോകരുത്. നമ്മിൽ ദൈവം നൽകിയിരിക്കുന്ന ജീവശ്വാസം ആമേൻ നിലച്ചു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നാം ഒരു നിർജീവ വസ്തു പോലെ ആമേൻ സ്തോത്രം ഈ മണ്ണിൽ നിന്നെടുത്ത ഈ മണ്ണായ ശരീരം മണ്ണിനോട് ഇഴുകി ആമേൻ ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ ദൈവം നമുക്ക് നൽകിയ ആ ആത്മാവുണ്ടല്ലോ, അത് ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അന്ന് ആമേൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിവരോടെ നട്ടലോടെ ആമേൻ നേരോടെ ആമേൻ ഉറപ്പോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ആമേൻ ദൈവം നിങ്ങൾക്ക് നൽകിയ ആമേൻ ഈ മണ്ണായ ശരീരത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനുള്ളവരെന്ന് ആമേൻ ബോധ്യത്തോടെ ആമേൻ ജീവിക്കണം. മദ്യപാനത്തിനും പുകവലിക്കും ലഹരി ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ നിങ്ങൾ ആമേൻ അടിമകളായി ജീവിച്ചാൽ ദൈവം ആമേൻ നാം പണിയുന്ന ആലയങ്ങളിലോ ക്ഷേത്രങ്ങളിലോ മോസ്കുകളിലോ അല്ല വസിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുന്ന ആമേൻ മന്ദിരമായ ശരീരമായ ആമേൻ നമ്മുടെ ഈ ദേഹത്തെ ആമേൻ സ്തോത്രം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതെ, നമ്മുടെ ഈ ശരീരമാകുന്ന മന്ദിരത്തെ അശുദ്ധമാക്കുന്നവന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയില്ല. സ്നേഹിതരെ, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ വകയാണ്. അത് അശുദ്ധമാക്കുവാൻ പാടുള്ളതല്ല. ആമേൻ, അത് പാപത്തിനു വേണ്ടിയുള്ളതല്ല. അതെ, ദൈവത്തിനു വേണ്ടി ഉള്ളതാണ് നിങ്ങളുടെ ശരീരം. ഈ ശരീരത്തെ ആമേൻ പാപത്തിന് അടിമപ്പെടുത്താതെ വണ്ണം ആമേൻ വ്യഭിചാരങ്ങൾക്കും മോഷണങ്ങൾക്കും കുലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഒക്കെ ആമേൻ ഇരയാക്കാതെ നമ്മുടെ സ്നേഹിതരെയും രക്തങ്ങളെയും അസ്ഥിക്കസ്ഥിയും മാംസത്തിനു മാംസവുമായവരെ ആമേൻ സ്വത്രം അല്പലാഭത്തിനും ആമേൻ സ്വത്രം ആ നേട്ടങ്ങൾക്കും വേണ്ടി നശിപ്പിക്കുന്ന മനോഭാവം, അതെ ആമേൻ സ്വത്രം ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതി, അവരുടെ നന്മകളെ ഇല്ലാതെയാക്കുന്ന ആമേൻ സ്വത്രം നമ്മുടെ ആമേൻ താല്പര്യങ്ങൾ, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് പാപത്തിൽ നിന്നുള്ളതാണ്. പാപത്തിൻ്റെ ശക്തിയാണ് ആമേൻ സ്വത്രം നമ്മെ അതിലേക്കൊക്കെ നടത്തുന്നത്. അതിൽ നിന്നും നാം മാനസാന്തരപ്പെട്ട് ഒരു പുതുക്ക ജീവിതം ആമേൻ സ്വത്രം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. അത് മരണത്തിനു ശേഷമല്ല, മരണത്തിനു മുമ്പേ ആമേൻ സ്വത്രം. അവയെ നിങ്ങളുടെ സകല ജീവിതത്തിലെ ആമേൻ ദുർമാർഗങ്ങളിലും തെറ്റായ ജീവിത അനുഭവങ്ങളിൽ നിന്നും ആമേൻ മടങ്ങി വന്ന് ആമേൻ സ്വത്രം ദൈവത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കേണ്ടത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ, ചിന്തിപ്പാൻ ആമേൻ സ്വത്രം ബുദ്ധിയുള്ളപ്പോൾ ചെയ്യേണ്ടതാണ്. ഇപ്പോഴാകുന്നു അതിന് സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഹല്ലേലൂയ. ഈ സുപ്രസാദകാലത്ത് രക്ഷാദിവസത്ത് ആമേൻ ദൈവത്തെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആമേൻ സ്വത്രം നിങ്ങളുടെ ജീവിതത്തിൽ മരണാനന്തരം നിങ്ങൾ ചെന്നെത്തപ്പെടാവുന്ന രണ്ടിടങ്ങൾ, അത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഈ രണ്ടിടങ്ങളെക്കുറിച്ച് ഈ ലോകത്തിൽ യേശുക്രിസ്തു ആമേൻ തൻ്റെ ഐഹിക ജീവകാലത്ത് വ്യക്തമായ ആമേൻ സ്വത്രം വെളിപ്പെടുത്തൽ നൽകി തന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ യേശു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു. ആമേൻ സ്വത്രം.
അത് യേശുക്രിസ്തു നരകത്തെക്കുറിച്ച് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം നാം വായിച്ചാൽ അവിടെ ധനവാന്റെയും ദരിദ്രൻ്റെയും ഒരു ഉപമ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. സമ്പന്നനായി ധനവാനായി ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ആഡംബരത്തോടെ ആരെയും വകവയ്ക്കാതെ നിഗളിയായി പാപത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ എല്ലാ നിലയിലും കൈനേട്ടങ്ങൾ അവൻ നേടിയെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ നടുവിൽ കേമനായി ജീവിച്ചു. ദൈവമില്ലാത്തവനായി അവൻ മരിച്ചു, അടക്കപ്പെട്ടു എന്ന് വേദപുസ്തകം അവൻ സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ സ്തോത്രം മരിച്ച് ചെന്നെത്തിയ ഇടം യാതനാ സ്ഥലം. അവൻ്റെ പടിപ്പുരയ്ക്കൽ സ്തോത്രം ദരിദ്രനായി സ്തോത്രം ലാസർ എന്നു പേരുള്ളൊരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. ലാസറും മരിച്ചു, അടക്കപ്പെട്ടു എന്ന് നാം കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്നാൽ അവൻ്റെ ആത്മാവ് പറുദീസയിൽ, ഹല്ലേലൂയ, സ്തോത്രം, അതേ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ എത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതെ, ഈ പറുദീസയിൽ നിന്ന്, അബ്രഹാം പിതാവിൻ്റെ മടിയിൽ നിന്ന് ഒരാൾക്കും ഈ നരകത്തിലേക്ക് വരാൻ കഴിയത്തില്ല. നരകത്തിൽ നിന്ന് ഒരാൾക്ക് പോലും ഈ പറുദീസയിൽ എത്തുവാൻ പറ്റത്തില്ല. ഇവർക്ക് തമ്മിൽ വലിയൊരു പിളർപ്പ് ഉണ്ട്. ആകയാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഒരു ദിവസം നാം ചെന്നെത്തുന്ന ഇടമാണ് ഒന്നുകിൽ യാതനാസ്ഥലം അഥവാ നരകം, പാതാളം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നിത്യസ്വർഗം. എവിടെ പോകണം തീരുമാനിക്കേണ്ടത് ഇവിടെ വച്ചാണ്. അതേ, മരണാനന്തര കർമ്മങ്ങളിലോ കർമാനുഷ്ഠാനങ്ങളിലൂടെയോ സ്തോത്രം, അതേ നമുക്ക് വേണ്ടി സ്തോത്രം മറ്റുള്ളവർ ചെയ്യുന്ന നേർച്ച കാഴ്ചകളിലൂടെയോ ആചാരങ്ങളിലൂടെയോ പ്രാർത്ഥനകളിലൂടെയോ ഒന്നും തന്നെ നമുക്കെവിടെ എത്താൻ പറ്റത്തില്ല. സ്വർഗത്തിലെത്താൻ പറ്റത്തില്ല. സ്വർഗത്തിലെത്താൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, സ്തോത്രം, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. കർത്താവ് വരാറായി. സ്തോത്രം, ഹല്ലേലൂയ. യേശു പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, താൻ അതേ ക്രൂശിതനായി അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ലധികം ദിവസം ലോകത്തിൽ സ്തോത്രം തൻ്റെ ശിഷ്യന്മാർക്കും സ്തോത്രം തനിക്കായി ഹല്ലേലൂയ വിശ്വസിച്ച് കാത്തിരുന്ന തൻ്റെ പ്രിയപ്പെട്ട അവർക്ക് പലയിടങ്ങളിൽ പ്രത്യക്ഷനായി ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കെ ആകാശത്തിൽ മേഘാരൂഢനായി സ്തോത്രം ഈ ലോകത്തിൽ നിന്ന് ഹല്ലേലൂയ വാനലോകത്തിലേക്ക് കരേറിപ്പോയ യേശു ഇങ്ങനെ പറയുണ്ടായി, ഞാൻ പോകുന്നത് പോലെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഞാൻ രണ്ടാമതും മടങ്ങി വരും. യേശു കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കി സ്തോത്രം പിന്നെയും നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുന്ന ഹല്ലേലൂയ മടങ്ങി വരവിൻ്റെ മാറ്റൊലികൾ നമ്മുടെ ചെവിപ്പുറത്ത് ദൈനംദിനം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന സ്തോത്രം, അതേ അക്രമങ്ങൾ, അതിക്രമങ്ങൾ, പാപങ്ങൾ, അനുസരണക്കേടുകൾ, സ്തോത്രം, ആരും വകവയ്ക്കാത്ത തന്നിഷ്ടക്കാരായി പാപികളായി ഒക്കെ ജീവിക്കുന്ന ഈ അനുഭവമെല്ലാം സ്തോത്രം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. ഇനിയും പാപിയായി ജീവിക്കുകയല്ല, സ്തോത്രം പാപത്തെ വിട്ടുകളഞ്ഞ് ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യേശു ഇനി രണ്ടാമത് കടന്നു വരുന്നത് പാപിയെ ചേർക്കുവാനായിട്ടല്ല, പാപം വിട്ടുകളഞ്ഞ് യേശുവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാനായിട്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ അതേ വരവിന് വേണ്ടി ഈ ദേശത്തിലെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരും ഒരുങ്ങുവാൻ സ്വതന്ത്രം ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അതേ, നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു.
ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ ഇതുവരെയും ചാരത്തും ദൂരത്തുമായിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ സ്നേഹിതർക്കും നാട്ടുകാർക്കും വ്യാപാരി സുഹൃത്തുക്കൾക്കും വാഹനമോടുന്ന ഡ്രൈവേഴ്സ് ഇതുവഴി സഞ്ചരിച്ചുകൊണ്ടും അവിടെ ഇവിടെ ആയിരുന്നു കൊണ്ടും ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നവനും വീണ്ടും വരുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള ഞങ്ങളുടെ നന്ദിയും എല്ലാ കടപ്പാടുകളും ഞങ്ങൾ അറിയിക്കുന്നു. ഇതുവരെയും നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ അറിയുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടിട്ടും നിങ്ങൾക്ക് സ്തോത്രം ഒരു പുതിയ മനുഷ്യനായി പാപത്തെ വിട്ടുകളഞ്ഞ് ജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ കേട്ട സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം വലിയ മാറ്റം വരുത്തട്ടെ എന്ന് ഞങ്ങൾ സ്തോത്രം പ്രാർത്ഥിക്കുകയാണ്. അതേ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഞായറാഴ്ചയുടെ ഈ സന്ധ്യായാമത്തിൽ ഞങ്ങൾക്ക് പറക്കോട്ടുകോണം ജംഗ്ഷനിൽ അവിടുത്തെ മാറ്റമില്ലാത്ത സന്ദേശവുമായി ഹല്ലേലൂയ സദ്വർദ്ധമാനവുമായി കടന്നു വരുവാൻ സ്വർഗഭാഗ്യമൊരുക്കിയല്ലോ. ഞങ്ങളിവിടെ കടന്നു വന്നത് മുതൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഈ ദേശത്തിലെ എല്ലാ ഞങ്ങളുടെ സ്നേഹിതരെയും മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ഓർത്തു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരി സുഹൃത്തുക്കളുണ്ട്. അവരുടെ വ്യാപാര ഹല്ലേലൂയ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. അവരുടെ ഉപജീവന മാർഗങ്ങൾ സ്തോത്രം ദൈവം അവിടുന്ന് വിശാലമാക്കണമേ. വാഹനമോടി ഉപജീവനം നടത്തുന്ന സ്തോത്രം ഹല്ലേലൂയ ഡ്രൈവേഴ്സ് ഇതുവഴി ഹല്ലേലൂയ ഞങ്ങളെ ശ്രദ്ധിച്ച ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ഉപജീവന മാർഗങ്ങളിൽ കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നവർ, തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ആയുരാരോഗ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഔദ്യോഗികമായ ജോലി മേഖലകളിലൊക്കെ ആയിരിക്കുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. അവരെല്ലാം അവരുടെ എല്ലാ മേഖലകളിലും അവർ വർദ്ധിച്ചു വരുവാൻ, ആയുരാരോഗ്യത്തോടെ കാണപ്പെടുവാൻ, കർത്താവിൻ്റെ നാമത്തെ വിശ്വസിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ദേശത്തോട് മനസ്സലിയണമേ. പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്കും ഈ ദേശത്ത് കടന്നു വന്ന് അവിടുത്തെ മാറ്റമില്ലാത്ത സത്യങ്ങളെ വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങൾ ഇപ്പോൾ പിരിയട്ടെ. പ്രിയാബന്ധുവായി ദേശത്തോട് പ്രിയപ്പെട്ടവരോട് ഞങ്ങളോട് അവിടുത്തെ സാന്നിധ്യം കൂടി നിന്നാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ